ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോകുന്നത് തൃശ്ശൂരേക്കാണ് കേട്ടോ. ഏട്ടൻ്റെ കൂടെ കുന്നംകുളം വരെ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ സമയത്തിന് വേണ്ടി 10 മിനിറ്റ് മുന്നേ എന്തോ ഒരു അത്ഭുതം പോലെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞാനാ വൈകാറ്. അങ്ങനെ അവളെ കാത്തിരുന്ന് അവൾ വന്ന് ഞങ്ങൾ നേരെ തൃശ്ശൂർക്കുള്ള ബസ്സിൽ കയറി ഇറങ്ങി നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലേക്ക്. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. എന്താ കാര്യം എന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ തൃശ്ശൂർ വന്നിട്ട് നമ്മൾ ഈ അമ്പലനടയിൽ പോവാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളിതാ നേരെ വടക്കുന്നതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. 8ാം ക്ലാസ് മുതലേ എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും മുന്നും പിന്നും നോക്കാതെ ഓടിച്ചാടി ഇറങ്ങി വരുന്നതാണ് ഇവൾ. പോലെ നീലാകാശം അലിവായി നിന്നെ താരം ഈ താഴെ വന്നൊരു നേരം പുതിയ പുതിയ പുതുലോകം പുലരും പുതിയ പുതിയ പുതുലോകം പുതിയ പുതിയ പുതുവാനം തെളിയും പുതിയ പുതിയ പുതുവാനം മോഹത്തേരിൽ പായും വാഴത്തോളം വരും പുതുമായ ലോകം തീർക്കും ജീവിതം ഓ നീളം നീളം തോറും മാറി വരും ലോകം സന്തോഷത്തിൽ തീരും ജീവിതം പുതിയ പുതിയ പുതുലോകം പുലരും പുതിയ പുതിയ പുതുലോകം പുതിയ പുതിയ ഞങ്ങൾ നേരെ പോയത് ഒരു ചായ കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പോടും ചായയും കണ്ട പിന്നെ എനിക്കത് മതി, വേറെ ഒന്നും ഞാൻ നോക്കൂല, വാങ്ങൂല. അപ്പോൾ നല്ല അടിപൊളി ചായ ആയിരുന്നു. അപ്പോൾ അത് ഇന്ന് കുടിക്കുകയാണ്. പുതിയ പുതുലോകം പുലരും പുതിയ പുതിയ പുതുലോകം പുതിയ പുതിയ പുതുവാനം തെളിയും പുതിയ. പിന്നെ നമ്മൾ പോയത് തൃശ്ശൂരുള്ള നമ്മളെ ഫേമസ് ആയിട്ടുള്ള പുത്തമ്പള്ളിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മൾ മുന്നേ എന്ത് കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാറുണ്ടാവില്ല. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു തീരുമാനമാണ് കേട്ടോ പുത്തമ്പള്ളിക്കുള്ള ഈ ഒരു വരവ്. അപ്പോൾ സിനിമയിൽ മാത്രമേ ഞാൻ ഈ ഒരു പള്ളി കണ്ടിട്ടുള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. അതിനുള്ളിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴത്തോളം വരും പുതുമായ ലോകം തീർക്കും ജീവിതം ഓ നീളം നീളം തോറും മാറി വരും ലോകം സന്തോഷത്തിൽ തീരും ജീവിതം പുതിയ പുതിയ പുതുലോകം പുലരും പുതിയ പുതിയ പുതുലോകം പുതിയ പുതിയ പുതുവാനം തെളിയും പുതിയ പുതിയ പുതുവാനം. ഇതാ നമ്മുടെ പള്ളിയുടെ ഉൾവശമാണ് കേട്ടോ. കാണുമ്പം തന്നെ എന്തോ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറുന്ന കാരണം എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പള്ളി പെരുന്നാൾ കാണാൻ പോയാലും മിക്കവാറും ഞാൻ ആ പള്ളിയിൽ കയറാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പള്ളി വലിയൊരു പള്ളി തന്നെയാണ്. പിന്നെ അവിടെ ചെന്നിരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും ചെന്നിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പുറത്തേക്കിറങ്ങി. ഇതാണ് കേട്ടോ പള്ളിയുടെ പുറംവശത്തുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളത് നേരെ അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് സർബത്തും പിന്നെ നമ്മൾ നറുമേന്തി പാലാണ് കേട്ടോ കുടിച്ചത്. മായാജാലം കുളി പോലെ നീലാകാശം അലിവായി നിന്നെ താരം ഈ താഴെ വന്നൊരു നേരം പുതിയ പുതിയ പുതുലോകം പുലരും പുതിയ
തേരിൽ പായും. അങ്ങനെ കറക്കത്തിനിടയിൽ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴ കിട്ടിയിട്ടോ. അങ്ങനെ പിന്നെ നേരെ പോയത് നമ്മൾ സിറ്റി സെൻ്ററിലേക്കാണ്. ഒരുപാട് മുന്നേ പോയതാണ് കേട്ടോ ഇവിടേക്കൊക്കെ. അന്നൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കൂട്ടവും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ശോകം പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോയ സ്പീഡിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ശക്തി സ്റ്റാൻഡിലേക്ക് പോയി. ഞങ്ങൾ ബസ്സും പിടിച്ച് ഞങ്ങൾ കുന്നോളത്ത് എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്ത് പോയി എപ്പോഴും ബിരിയാണി കഴിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം കഴിച്ചത് ഷവർമ്മയായിരുന്നു. അങ്ങനെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഷവർമ്മ തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബസ് കയറി ഞങ്ങൾ പന്തട വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതാ റോഡ് പണിൻ്റെ ഭാഗമായിട്ട് മരം പുറത്തുന്നതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോലീസും നാട്ടുകാരെല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമാകുക വെച്ചാൽ നമ്മുടെ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വീണ്ടും കാണാം. ബൈ ബൈ.